ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ചധികം തിരക്കപ്പെട്ട് പോയതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരോടും ആദ്യം തന്നെ ഒന്ന് മാപ്പ് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അവസാനിപ്പിച്ചെടുത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. മേഘയോട് മുത്തശ്ശി വന്നിട്ട് പറയുകയാണ് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി നമ്മളൊരു നേർച്ചക്കടം വെച്ചിട്ടുണ്ടായിരുന്നു, അത് നിറവേറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ മേഘക്കാണെങ്കിൽ ഇപ്പോൾ അമ്പലത്തിൽ പോകുന്നതൊന്നും തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അവളിങ്ങനെ കാളിയും അങ്ങനെ ദുർമന്ത്രവാദവും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്, ചന്ദ്രികയുടെ നാശം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല, നിങ്ങളോട് ആരോട് ചോദിച്ചിട്ടാണ് നേർച്ച വെക്കാൻ പറഞ്ഞത്, നിങ്ങൾ തന്നെ പോയിട്ട് നിറവേറ്റിയാൽ മതി. നിങ്ങൾ വെച്ച നേർച്ചക്കട നിറവേറ്റാൻ വേണ്ടി എന്നെ കൊണ്ട് വരാനൊന്നും സാധിക്കില്ല. പറ്റുമെങ്കിൽ നിങ്ങൾ തന്നെ പോയിട്ട് ചെയ്താൽ മതി, അല്ലാതെ എനിക്ക് നിങ്ങൾ വിചാരിക്കുന്നിടത്തേക്ക് വരാനൊന്നും സാധിക്കില്ല. മേഘ തീർത്ത് പറയാണ് ദേഷ്യത്തോടെ. അത് കേട്ടപ്പോൾ തന്നെ മുത്തശ്ശിക്കും മനോഹരനും മനസ്സിലായിട്ടുണ്ടായിരുന്നു മേഘ എന്തായാലും വരാൻ പോകുന്നില്ല എന്ന്. ചേച്ചി, മേഘ ഇങ്ങനെ പറയുകയാണെങ്കിൽ എങ്ങനെ ഇവളെയും കൂട്ടിയിട്ട് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവുക? മനോഹരന് സംശയമായി. നീ ഒരു നിമിഷം നിൽക്ക്, ഞാനിപ്പോൾ ഒരു ഐഡിയ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി മേഘയോട് പറയാണ്, മേഘ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ചന്ദ്രികയുടെ കല്യാണം നടക്കരുത് എന്നല്ലേ നീ ആഗ്രഹിക്കുന്നത്? ആ അതെ, അങ്ങനെ നടക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കുലദൈവം ക്ഷേത്രത്തിൽ വന്നിട്ട് ഞാൻ പറഞ്ഞ പരിഹാരം നീ ചെയ്തേ പറ്റൂ. ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചന്ദ്രികയുടെ വിവാഹം മുടങ്ങും. അപ്പോൾ മേഘ സംശയത്തോട് ചോദിക്കുകയാണ്, ദൈവത്തിൻ്റെ അടുത്ത് നല്ല കാര്യങ്ങൾ ചോദിച്ചാൽ അത് നടക്കുന്നല്ലേ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളത്, ഇപ്പം മാത്രം എന്താ ഇങ്ങനെ പറയുന്നത്? അപ്പോൾ മുത്തശ്ശിക്കാകെ ഒരു കുഴച്ചിലായി. എന്നിട്ടും അവർ വിട്ടുകൊടുക്കുന്നില്ല. അതല്ല മേഘ, പിന്നെ ചന്ദ്രിക നിനക്ക് കിട്ടേണ്ട നല്ല ജീവിതം തട്ടിയെടുത്തു എന്നാണല്ലോ നീ കരുതുന്നത്. അങ്ങനെയുള്ളപ്പോൾ ചന്ദ്രിക നിനക്ക് ദ്രോഹം ചെയ്തു എന്നല്ലേ അതിൻ്റെ അർത്ഥം? മേഘയ്ക്കും ഒരു സംശയം തോന്നുവാണ്, കാരണം മേഘയുടെ ഭാഗത്താണ് ന്യായം. അവൾക്ക് കിട്ടേണ്ടിയിരുന്ന നല്ല ജീവിതം ചന്ദ്രിക തട്ടിയെടുത്തതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചന്ദ്രികയാണ് ദുഷ്ട എന്നൊരു തോന്നൽ മേഘയുടെ ഉള്ളിൽ വരുന്നുണ്ട്. മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്ന രീതി കണ്ടപ്പോൾ മനോഹരനും ചിരി വരുന്നുണ്ട്, കാരണം എങ്ങനെയെങ്കിലും മേഘ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകണമെന്നാണ് അവരുടെ ആഗ്രഹം. അപ്പം മുത്തശ്ശി പറഞ്ഞു കൊടുക്കുകയാണ്, അതുകൊണ്ടാണ് നിന്നോട് ക്ഷേത്രത്തിലേക്ക് വരാൻ പറഞ്ഞത്. ചന്ദ്രികയുടെയും സിദ്ധാർത്ഥിൻ്റെയും കല്യാണം നടക്കരുത് എന്ന് നീ നേർച്ച നേർന്നിട്ട് ഞാൻ പറഞ്ഞ പരിഹാരം നീ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ പ്രാർത്ഥനയ്ക്ക് ഫലം കാണും. മുത്തശ്ശി പറഞ്ഞു കൊടുത്തപ്പോൾ മേഘയ്ക്കും ഒരു സംശയം തോന്നുവാണ്, കാരണം അവളുടെ ഭാഗത്താണ് ന്യായം. അവളുടെ നല്ല ജീവിതം ചന്ദ്രികയാണ് തട്ടിയെടുത്തത്, അപ്പോൾ ചന്ദ്രികയാണ് മോശം സ്ത്രീ. മനോഹരനും അത് ശരിവെച്ചുകൊണ്ട് പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ചന്ദ്രികയെ നാശം കാണാൻ വേണ്ടി നീ ഒരുപാടൊന്നും ആലോചിക്കേണ്ട. ഏറ്റവും ചെറുതായിട്ടുള്ള ഈ ഒരു പരിഹാരം ചെയ്താൽ തന്നെ അവളെക്കൊണ്ട് നിനക്കുണ്ടാവുന്ന ശല്യം ഇല്ലാതാവും. മുത്തശ്ശി പറയുന്നതൊക്കെ മേഘ ശ്രദ്ധയോടെ കേട്ട് നിൽക്കുകയാണ്. അവളത് വിശ്വസിച്ചു എന്ന് അവർക്കും ബോധ്യമായി. അവർ കണ്ണുകൊണ്ട് മനോഹരനോട് കണ്ണുകൊണ്ട് കാണിക്കുകയാണ് അവൾ വിശ്വസിച്ചു എന്നുള്ളത്. മനോഹരം സമാധാനമായി. അവസാനം മേഘ തന്നെ പറയാണ്, ശരി, നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞത് കാരണം ഞാൻ നിങ്ങൾ പറഞ്ഞതിനോട് യോജിക്കുകയാണ്. അയ്യോ, സമാധാനമായി. മനോഹരനും സമാധാനമായി. അപ്പോൾ മേഘ രണ്ടുപേരോടായിട്ട് പറയുന്നുണ്ട്, ഇനി ഞാൻ നിങ്ങളീ പറഞ്ഞതുപോലെ പരിഹാരം ചെയ്തതിന് ശേഷവും ഞാൻ ആഗ്രഹിച്ചതുപോലെ ചന്ദ്രികയുടെ കല്യാണം മുടങ്ങാതിരിക്കുകയാണെങ്കിൽ അതിനുശേഷം നിങ്ങൾ രണ്ടുപേരും നടക്കില്ല. അതെന്താ മേഘ അങ്ങനെ പറഞ്ഞത് എന്നൊരർത്ഥത്തിൽ അവർ രണ്ടുപേരും മേഘയെ നോക്കിയപ്പോൾ മേഘ ചിരിച്ചുകൊണ്ട് പറയാണ്, വേറൊന്നുമല്ല, ഞാൻ ഇതൊക്കെ ചെയ്തിട്ടും ഇതിനൊന്നും ഒരു മറുപടിയും ഉത്തരവും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും കാല് ഞാൻ വെട്ടിക്കളയും. ദൈവമേ, രണ്ടുപേരും ഞെട്ടിയിട്ട് നിൽക്കുകയാണ്. മേഘ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്നവർക്ക് പേടിയുണ്ടായിരുന്നു. മേഘ അവിടുന്ന് പോയെങ്കിലും മനോഹരനും മുത്തശ്ശിക്കും കുറച്ചു നേരത്തേക്ക് ബോധം ഉണ്ടായിരുന്നില്ല. ചേച്ചി, എന്തൊക്കെയാ ചേച്ചി നിങ്ങളുടെ കൊച്ചുമോള് പറഞ്ഞിട്ട് പോകുന്നത്? അവസാനം മുത്തശ്ശി മനോഹരനോട് പറയുന്നുണ്ട്, നീ പേടിക്കണ്ട, ഇപ്പോൾ അവൾക്ക് ബാധയേറ്റതാണല്ലോ, അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജാരിയോട് പറഞ്ഞിട്ട് അവളുടെ ശരീരത്തിലുള്ള ബാധ ഒഴിപ്പിച്ചതിന് ശേഷം പിന്നീട് അവൾ നോർമൽ ആയിക്കോളും. അങ്ങനെ അവളുടെ ശരീരത്തിലുള്ള ബാധ പോയതിന് ശേഷം പിന്നെ അവൾ സാധാരണ മനുഷ്യ സ്ത്രീയാവും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്നതൊക്കെ അവൾ കേൾക്കും. മുത്തശ്ശി സന്തോഷത്തോടെ പറയാണ്. പക്ഷെ മനോഹരൻ അതത്ര വിശ്വാസം പോരാ. അല്ല ചേച്ചി, പൂജാരിക്ക് ഇവളുടെ ദേഹത്ത് കയറിയിരിക്കുന്ന ബാധ ഒഴിപ്പിക്കാൻ സാധിക്കുമോ? അയാൾക്കൊരു സംശയമാണ്. അത് കേട്ടപ്പോൾ മുത്തശ്ശിക്കും ആ സംശയം വരുന്നുണ്ട്. എന്താടാ ഇങ്ങനെ സംശയത്തോടെ ചോദിക്കുന്നത്? അല്ല ചേച്ചി, മേഘ ഇപ്പോൾ നല്ല ഉഗ്ര രൂപത്തിലാണ് നിൽക്കുന്നത്. ഇനിയൊരു പക്ഷേ നമ്മൾ പൂജാരിയുടെ അടുത്ത് പോയിട്ട് കാര്യം ഇതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മേഘ പൂജാരിയെ തല്ലി ഉപദ്രവിക്കുമോ എന്ന് എനിക്ക് ഭയം. അയ്യോ, നിന്നെക്കൊണ്ട് തോറ്റു, നിന്റെ ഓരോരോ സംശയം. നീ ഒന്ന് വാ പൂട്ടി മിണ്ടാതെ നിൽക്കടാ. അല്ല ചേച്ചി, എനിക്കൊരു സംശയം. ഇനിയും എന്താടാ നിന്റെ സംശയം? അല്ല ചേച്ചി,
പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ നിന്റെ ജീവിതം നന്നാവും എന്ന് പറഞ്ഞിട്ട് ക്ഷേത്രത്തിലേക്ക് വരാൻ പറഞ്ഞാൽ വരില്ല. എന്നാൽ അതേ പരിഹാരം ചെയ്താൽ ചന്ദ്രികയുടെ ജീവിതം നശിക്കും എന്ന് കേട്ട് കഴിഞ്ഞാൽ ക്ഷേത്രത്തിലേക്ക് വരാമെന്ന് പറയുന്നു. അതിനർത്ഥം ഇവള് നന്നാവണമെന്ന് ഇവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതല്ല ഇവളുടെ പ്രയോറിറ്റി. ഇവൾക്ക് ഏറ്റവും വലിയ കാര്യം ചന്ദ്രിക നശിക്കണം എന്നുള്ളതാണ്. അതാണ് ഇവൾക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. എന്ത് പറയാനടാ, ചില ജന്മങ്ങൾ അങ്ങനെയാണ്. നമ്മുടെ ഒരു കണ്ണ് പോയാലും കുഴപ്പമില്ല, ശത്രുവിൻ്റെ 2 കണ്ണും പോവണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളെ കൂട്ടത്തിൽപ്പെട്ടതാണ് മേഘ. അവർക്ക് 2 പേർക്കും മേഘയെക്കുറിച്ച് ആലോചിക്കും തോറും വല്ലാത്ത ഭയവും വല്ലാത്തൊരു ഉത്കണ്ഠയും തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ചന്ദ്രിക പൂജാമുറിയിലാണ്. ചന്ദ്രിക നല്ല സന്തോഷത്തോടു കൂടിയാണ് പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് പ്രസാദം തൊഴാൻ നേരായപ്പോഴേക്കും ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ അടുത്തും ആരതിയൊക്കെ കൊടുത്തതിന് ശേഷം ചന്ദ്രിക ലക്ഷ്മിയോട് പറയാണ്, അമ്മ, എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അപ്പോഴാണ് സിദ്ധാർത്ഥ അതുവഴി പാസ് ചെയ്ത് പോകുന്നത്. ചന്ദ്രിക എന്താ ലക്ഷ്മിയോട് പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി അവനും അവിടെ നിൽക്കുകയാണ്. പറമോളെ, ലക്ഷ്മി ചന്ദ്രികയോട് പറയുന്നുണ്ട്. അത് പിന്നെ ഞങ്ങളുടെ കല്യാണ നിശ്ചയം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ കുലദൈവം ക്ഷേത്രത്തിൽ ഒരു പൂജ ചെയ്യാൻ വേണ്ടി നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു. എന്ത് പൂജയാണ് ചന്ദ്രിക? അത് പൂമെതിക്കൽ പൂജയാണ്. അത് പറഞ്ഞു കേട്ടതും ലക്ഷ്മിയുടെ മുഖം ആകെ ഡെള്ളാവുകയാണ്. അവരാകെ ടെൻഷനോട് കൂടിയാണ് നിൽക്കുന്നത്. അതുമാത്രമല്ല, സിദ്ധാർത്ഥിനും അത് കേട്ടപ്പോൾ ആകെ ഞെട്ടലാണ് തോന്നുന്നത്. ലക്ഷ്മി അവരുടെ ആവലാതി ചന്ദ്രികയോട് തന്നെ പറയാണ്, പൂമെതിക്കലിനാണോ മോളെ നീ നേർന്നിട്ടുള്ളത്? അത് വളരെ കഠിനമേറിയ ഒരു പരിഹാരമായിപ്പോയല്ലോ എന്ന് പറയുന്ന സമയത്ത് സിദ്ധാർത്ഥിനും അത് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ്റെ മുഖത്തും ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ല അമ്മ. അമ്മായി മനസ്സ് മാറിയിട്ട് എന്നെ മരുമകളായിട്ട് ജീവിതത്തിലേക്ക് ചേർക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ജാനകി അമ്മായി അവരുടെ മരുമകളായിട്ട് എന്നെ സ്വീകരിച്ചു. ഒരുപാട് നാളുകൾക്ക് ശേഷം എൻ്റെ അച്ഛനും ജാനകി അമ്മായിയും മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും മാറ്റി, അവർ തമ്മിലുള്ള എല്ലാ പൊരുത്തക്കേടുകളും മാറി സഹോദരനും സഹോദരിയുമായിട്ട് എൻ്റെയും സിദ്ധു സാറിൻ്റെയും കല്യാണത്തിന് വേണ്ടി സമ്മതിച്ചു. അതുകൊണ്ട് ഞാൻ ഈ നേർന്ന നേർച്ചക്കടം എനിക്ക് നിറവേറ്റുക തന്നെ വേണം അമ്മ. ചന്ദ്രിക വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. പക്ഷെ അത് കേട്ടപ്പോൾ സിദ്ധാർത്ഥന് അവളോടുള്ള ബഹുമാനം ഒന്നുകൂടി കൂടുവാണ്. കാരണം അവൾ നേർന്നിട്ടുണ്ടായിരുന്നത് അത്രയും വലിയൊരു നേർച്ചയാണ്. അതുപോലെ തന്നെ ലക്ഷ്മിക്കാണെങ്കിലും വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടെങ്കിലും അവരുടെ മകളുടെ ആ ഒരു മനസ്സറിഞ്ഞപ്പോൾ അവരും അതിന് സമ്മതിക്കുകയാണ്. ശരി മോളെ, നീ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാം നമുക്ക് നടത്താം. ലക്ഷ്മി സമ്മതിച്ചിട്ട് പോയപ്പോഴാണ് ചന്ദ്രികയ്ക്കും സമാധാനമായത്. അതിനുശേഷം അവൾ ഒന്നുകൂടെ ദൈവത്തിന് മുന്നിൽ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് സിദ്ധാർത്ഥ അങ്ങോട്ടേക്ക് പോകുന്നത്. സിദ്ധാർത്ഥിന് ചന്ദ്രികയോടുള്ള സ്നേഹം പറഞ്ഞറിയിക്കാനാവാത്ത അവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഒരു നേർച്ചയാണ് തങ്ങൾക്ക് വേണ്ടിയിട്ട് ചന്ദ്രിക നേർന്നത് എന്ന് ഓർക്കും തോറും അവന് വല്ലാത്ത സന്തോഷവും അതുപോലെ തന്നെ അവൾക്ക് തന്നോടുള്ള ആ ഒരു സ്നേഹം അത്രയധികം ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഉണ്ടായൊരു സന്തോഷത്തിലാണുള്ളത്. അപ്പോൾ ചന്ദ്രിക കണ്ണുകൾ പൂട്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സിദ്ധാർത്ഥ അങ്ങോട്ടേക്ക് പോകുന്നത്. ചന്ദ്രിക കണ്ണ് തുറന്നതും കാണുന്നത് സിദ്ധുവിനെയാണ്. അപ്പം തന്നെ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, ഏയ് സിദ്ധു സർ, ഇന്ന് ആ പ്രസാദം എടുത്തോ എന്ന് പറഞ്ഞിട്ട് അവൾ ആ പ്രസാദം അവന് നേരെ വെച്ച് നീട്ടുകയാണ്. എന്നാൽ സിദ്ധാർത്ഥ ആണെങ്കിൽ അവളോടുള്ള ആ ഒരു സ്നേഹത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അത് ചന്ദ്രിക അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൾ അമ്മയായിട്ട് സംസാരിച്ചതൊക്കെ സിദ്ധു കേട്ടിട്ടുണ്ടെന്നുള്ളത്. സിദ്ധു ആണെങ്കിൽ ആ ഒരു പ്രസാദം എടുത്തിട്ട് ചന്ദ്രികയുടെ നെറ്റിയിലാണ് വെച്ചു കൊടുക്കുന്നത്. അവളിങ്ങനെ ചമ്മലോട് കൂടിയാണ് നിൽക്കുന്നത്. പക്ഷെ അവൾ മറുത്തൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. ഇനി സിദ്ധുവിനോട് അത് വെക്കാൻ പറഞ്ഞ സമയത്ത് അവൻ ചോദിക്കുന്നുണ്ട്, എന്താ നീ എനിക്ക് വെച്ച് തരില്ലേ? അത് കേട്ടപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ചന്ദ്രിക സിദ്ധാർത്ഥിനും പ്രസാദം വെച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സിദ്ധു ചോദിക്കുന്നുണ്ട്, ചന്ദ്രിക എന്താ സർ, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ നിന്നെ പ്രണയിക്കുന്നത് പോലെ നീ തിരിച്ചെന്നെ പ്രണയിക്കുന്നില്ലേ എന്ന്. അത് കേട്ടപ്പോൾ ചന്ദ്രിക ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ സിദ്ധു തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എന്നാൽ അത് തെറ്റായിരുന്നുവെന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. അതെങ്ങനെ? നമ്മുടെ കല്യാണ നിശ്ചയം നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി കുലദൈവം ക്ഷേത്രത്തിലേക്ക് പൂമെതിക്കാൻ വേണ്ടി നീ നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ആ ഒരു നേർച്ച അത്രയും കഠിനമായതുകൊണ്ട് തന്നെ ചന്ദ്രിക ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ സിദ്ധു വല്ലാത്ത സന്തോഷത്തോടെ പറയാണ്, അപ്പോഴാണ് നീ എൻ്റെ മേൽ എത്രത്തോളം സ്നേഹത്തിലാണുള്ളതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായത്. ചന്ദ്രിക മറുത്തൊന്നും പറയാതെ നിൽക്കുകയാണ്. നമ്മൾ രണ്ടുപേരും ഒന്നാവണമെന്ന് നിന്റെ മനസ്സിൽ നീ എത്രയധികം ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. ചന്ദ്രിക നാണത്തോടെ പറയാണ്, ഒന്ന് പോ സർ, അങ്ങനെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പുറത്തു പറയാൻ സാധിക്കുമോ? അത് കേട്ടപ്പോൾ സിദ്ധു പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ പറഞ്ഞത് സത്യം തന്നെയാണ്. പ്രണയവും സ്നേഹവും ഒന്നും ഒരിക്കലും നീ വാക്കുകൾ കൊണ്ട് പറഞ്ഞിട്ടില്ലല്ലോ. നീ അത് പെരുമാറ്റത്തിലൂടെയല്ലേ കാണിച്ചു തന്നിട്ടുള്ളത്. ഞാൻ അങ്ങനെയാണ്. ചന്ദ്രിക പുഞ്ചിരിച്ചുകൊണ്ട് അവനെ നോക്കുന്ന സമയത്ത് സിദ്ധാർത്ഥും അവളെ പ്രണയത്തോടു കൂടി നോക്കുകയാണ്.
അവർ രണ്ടുപേരും കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പിറ്റേന്ന് അവരെല്ലാവരും കൂടെ പുറത്ത് വാഹനത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ ആരതിയും ആകാശും അതുപോലെ ജാനകിയും മലരും സിദ്ധുവും ലക്ഷ്മിയും ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാവരും ഹാപ്പി ആയിട്ടാണ് ഉള്ളത്. ആകാശിനോട് ആരതി പറയുന്നുണ്ട്, ഈ ഷർട്ട് നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ടോ? ആകാശ് തിരിച്ചു ചോദിക്കുകയാണ്. അല്ല ആരതി, ചന്ദ്രിക ഇതുപോലെ നേർച്ച വെച്ചതുപോലെ നീ എന്തെങ്കിലും നേർച്ച നേർന്നിട്ടുണ്ടോ? അത് കേട്ടതും എല്ലാവരും പുഞ്ചിരിച്ചുകൊണ്ട് ആരതിയെ നോക്കുവാണ്. അപ്പം ആരതി പറയുന്നുണ്ട്, ഏയ് ഇല്ലല്ലോ, എന്താ ചോദിച്ചത്? അല്ല, ചന്ദ്രിക തനിച്ചാണല്ലോ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ നീയും കൂടെ ചേർന്ന് ചെയ്യുകയാണെങ്കിൽ ചന്ദ്രികയ്ക്ക് ഒരു കമ്പനി ആവുമല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ്. ആകാശിയെ തനിക്കിട്ട് പണി തരുന്നതാണെന്ന് ആരതിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്കും എല്ലാവരും കളിയാക്കി ചിരിക്കുന്നുണ്ട്. നിന്നെ എന്ന് പറഞ്ഞിട്ട് ആരതി ആകാശിന്റെ തലക്കിട്ട് കിറുക്ക് കൊടുക്കുകയാണ്. ആ ആ ആ ആ തല്ലല്ലേ, ആകാശ് പറയുന്നുണ്ട്. അപ്പൊ ആരതി ചോദിക്കുകയാണ്, ഇതെന്താ ജോഡിയായിട്ട് ചെയ്യേണ്ട കാര്യമാണോ? അവരുടെ രണ്ടാളുടെ വർത്താനം കേട്ടിട്ട് എല്ലാവരും ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ആരതി തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഓക്കെ, നമ്മുടെ രണ്ടാളുടെ കല്യാണം നല്ല രീതിയിൽ കഴിയണമെന്ന് വിചാരിച്ചിട്ട് നീ എന്തെങ്കിലും നേർച്ച വെച്ചിട്ടുണ്ടായിരുന്നോ? എന്ത് കടാണ് നീ വെച്ചിട്ടുള്ളത്? ആരതി അതിശയത്തോടെ ചോദിക്കുകയാണ്. എല്ലാവരും ആകാശ് പറയുന്നത് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോഴാണ് ആകാശ് പറയുന്നത്, മൊട്ടയടിച്ച് കാതുകുത്തി നടന്നിട്ട് പളനിക്ക് പോവാമെന്ന് നേർന്നിട്ടുണ്ടായിരുന്നു. എന്ത്? ആ, ആരതിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കാമെന്ന് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. ആകാശ് പറഞ്ഞു കേട്ടതും ആരതിക്ക് ആകെ ഷോക്കാവാണ്. ചോദിക്കേണ്ടിയില്ലായിരുന്നു എന്നായിപ്പോയി ആരതി. അപ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ്. തന്നെ കളിയാക്കിയാണെന്ന് മനസ്സിലായപ്പോൾ ആരതിയാണെങ്കിൽ വീണ്ടും ആകാശിട്ട് കിറുക്ക് കൊടുക്കുകയാണ്. ഏട്ടാ ദുഷ്ടാ, അയ്യടാ, ഞാൻ മുട്ടയൊടിച്ച് കാത് കുത്തി നടന്ന് വരണം, എന്താ നിന്നെക്കൊണ്ട് സാധിക്കില്ലേ? നീയാണല്ലോ ചെയ്യേണ്ടത്. രണ്ടാളും ഇപ്പോഴും കുട്ടികളെ പോലെ കുറുമ്പ് കാണിക്കുകയാണെന്ന് കണ്ടപ്പം ബാക്കിയുള്ള എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ്. ആകാശാണെങ്കിൽ ആരതിയുടെ ആ ഒരു കുസൃതിയൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ സിദ്ധു ആണെങ്കിൽ ആരതിക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. ആരതി, എന്താ സിദ്ധു, ആകാശ് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, സൂക്ഷിച്ചോ. നീ പറഞ്ഞത് ശരിയാണ് സിദ്ധു, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഇവൻ അത്ര പാവമൊന്നുമല്ല, ഇവൻ അത്യാവശ്യം വലിയ ആള് തന്നെയാണ്, ഇനി ഞാൻ ശ്രദ്ധയോടെ നിൽക്കണം. അങ്ങനെ അവരെല്ലാവരും കൂടെ എൻജോയ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഒരുപാട് ദൂരം കൂടെ മുന്നോട്ട് പോയപ്പോൾ ആരതിക്ക് ബോറടിക്കുകയാണ്. ആരതി പറയുന്നുണ്ട്, ഏയ് ചന്ദ്രിക, എന്തെങ്കിലും പാട്ടോ മറ്റോ പാട്. എത്ര നേരം എന്ന് വെച്ചാൽ ഞങ്ങൾ തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ വരുന്നത്. ശരി ആരതി, ഞാൻ എന്തെങ്കിലും പാട്ട് വെക്കാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക പാട്ട് വെച്ചതും അവരുടെ അവസരത്തിന് അനുസരിച്ചിട്ടുണ്ടായിരുന്ന പാട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും പരസ്പരം നോക്കിയിട്ട് ചിരിക്കുകയാണ്. മാത്രമല്ല സിദ്ധാർത്ഥും ചന്ദ്രികയും പരസ്പരം മുഖത്തോട് പ്രണയത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നാൽ ആരതിയും ആകാശും ആണെങ്കിൽ ആരതി ആകാശിൻ്റെ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആകാശ് അവളുടെ കൈകൾ ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പോൾ ആരതി ആ കൈ മാറ്റിയിട്ട് ആകാശിട്ടൊരു കിറുക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ശബ്ദം താഴ്ത്തി അവനോട് പറയുന്നുണ്ട്, നിൻ്റെ അമ്മയും അച്ഛനും സമ്മതിക്കുന്നത് വരെ എന്നെ നോക്കാൻ പോലും പാടില്ല, നോക്കി നിന്നിട്ട് രണ്ട് കണ്ണും ഞാൻ തന്നെ കുത്തിപ്പൊട്ടിക്കും. അതേസമയം മേഘയും മനോഹരനും മുത്തശ്ശിയും പ്രിയൊക്കെ കൂടെ അവർ വരുന്ന അതേ ക്ഷേത്രത്തിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയ സമയത്ത് മനോഹരൻ മേഘയോട് പറയാണ്, മേഘ, നീയും കുട്ടിയും കൂടി ഈ മരത്തിൻ്റെ തണലിൽ നിന്നോ, ഞാനും ചേച്ചിയും പോയി പൂജാരിയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് വരാം. ശരി മാമ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് മാറി നിന്നപ്പോൾ പ്രിയയോട് പറയുന്നുണ്ട് മനോഹരൻ, അമ്മയുടെ കൂടെ തന്നെ നിൽക്കണം, എങ്ങോട്ടും പോകരുതെന്ന്. അതിനുശേഷം മുത്തശ്ശി മനോഹരൻ ക്ഷേത്രത്തിനകത്തേക്ക് പോവുകയാണ്. അവർ രണ്ടുപേരും അവിടെ നിൽക്കുന്ന സമയത്ത് പ്രിയ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ, ക്ഷേത്രം കാണാൻ നല്ല ഭംഗിയുണ്ട് അമ്മ, ഞാൻ പോയി കളിച്ചോട്ടെ? നന്നായി സേഫായിട്ട് കളിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രിയെ മേഘ വിട്ടുകൊടുക്കുകയാണ്. മുത്തശ്ശി മനോഹരൻ അകത്ത് പോയിട്ട് പൂജാരിയെ കാണുകയാണ്. നിങ്ങൾ വന്നോ? ആ സ്വാമി, നിങ്ങൾ പറഞ്ഞതുപോലെ മേഘയും കൂട്ടിക്കൊണ്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെയെങ്കിലും നിങ്ങൾ പറഞ്ഞതുപോലെ അവളുടെ ദേഹത്ത് കയറിയിരിക്കുന്ന ബാധ ഒഴിപ്പിക്കണം. അതെ സ്വാമി, ചേച്ചി പറഞ്ഞതുപോലെ നിങ്ങൾ മേഘയുടെ ദേഹത്ത് നിന്ന് ആ ബാധ ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾ അവളെ അടിക്കുന്ന അടിയിൽ അവളുടെ ദേഹത്ത് നിന്ന് ആ ബാധ ഒഴിഞ്ഞ് തെറിച്ച് പേടിയോടെ പോകണം. മുത്തശ്ശി പേടിയോടെയാണ് നിൽക്കുന്നത്. മേഘയെ തല്ലുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് ദേഷ്യം വരുമല്ലോ. അപ്പോൾ സ്വാമി അതൊക്കെ സമ്മതിക്കുന്നുണ്ട്. നിങ്ങളുടെ മേഘയുടെ ദേഹത്ത് കയറിയിരിക്കുന്ന ബാധ കുറച്ച് കൂടിയ ഇനം തന്നെയാണ്, മനോഹരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സാധാരണ അടിക്കുന്ന പോലെ അടിച്ചു കഴിഞ്ഞാൽ മേഘയുടെ ദേഹത്ത് നിന്ന് ആ പ്രേതബാധ ഇറങ്ങിപ്പോവില്ല. നിങ്ങൾ അവളെ നല്ല ചൂരൽ വെച്ച് നന്നായിട്ട് തല്ലുവാണെങ്കിൽ അവളുടെ ദേഹത്ത് നിന്ന് അത് ഇറങ്ങി ഓടും. മനോഹരൻ അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടപ്പോൾ മുത്തശ്ശിക്ക് പേടിയാവുന്നുണ്ട്. ഇങ്ങനെയൊക്കെ മേഘയെ തല്ലിക്കഴിഞ്ഞാൽ അവൾ ഇവരെയാണ് പറത്തുക. അതിനെന്താ, അങ്ങനെ തന്നെ ചെയ്യാം, നിങ്ങൾ പോയിക്കോ, ഞാൻ വന്നോളാം എന്ന് പറയാണ് പൂജാരി. വാ ചേച്ചി, നമുക്ക് പുറത്തേക്ക് പോവാം. അങ്ങനെ രണ്ടുപേരും പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ മുത്തശ്ശി മനോഹരനെ വിളിച്ച് മാറ്റി നിർത്തി സംസാരിക്കുകയാണ്. ഇങ്ങോട്ട് വാ, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്.
മേഘ എൻ്റെ കൊച്ചുമോളാണ്. നീ ഇവിടെ വന്ന് പൂജാരിയോട് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ മേഘയുടെ ദേഹത്ത് കയറിയിരിക്കുന്ന ബാധ ഒഴിവാക്കാനല്ല, മേഘയെ തന്നെ മൊത്തമായിട്ട് അടിച്ച് പറത്തിക്കാനാണെന്നാണെന്നല്ലോ തോന്നുന്നത്. ചേച്ചി എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? മേഘയെ ഞാൻ അങ്ങനെയൊക്കെ കരുതുമോ? ഇങ്ങോട്ട് നോക്ക് ചേച്ചി, മേഘയുടെ ദേഹത്ത് കയറിയിരിക്കുന്ന ബാധ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്ന് കരുതിയിട്ടാണ് ഞാൻ പൂജാരിയോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. മേഘയോടുള്ള സ്നേഹം കൊണ്ടാണ് നീ പറഞ്ഞത്. മനസ്സിലായി മനസ്സിലായി. മുത്തശ്ശി പറഞ്ഞപ്പോൾ മനോഹരൻ പറഞ്ഞിട്ട് ചേച്ചി അതൊക്കെ നോക്കാം ചേച്ചി, വാ ചേച്ചി വാ ചേച്ചി എന്ന് പറഞ്ഞിട്ട് മനോഹരെ കൂട്ടിക്കൊണ്ട് പോവാണ്. അതേസമയം മേഘയാണെങ്കിൽ ആരോ വെയിറ്റ് ചെയ്യുന്നത് പോലെയാണ് തോന്നുന്നത്. അല്പസമയം കഴിഞ്ഞപ്പോൾ രണ്ടുപേര് ബൈക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അവർ മേഘയുടെ അടുത്ത് വന്നപ്പോൾ മേഘ ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തോ? ആ മാഡം, നിങ്ങൾ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു. നിങ്ങൾ എന്തിനാ മാഡം ഇങ്ങോട്ടേക്ക് വന്നത്? ചന്ദ്രിക തീയിൽ നടക്കുന്ന സമയത്ത് അവൾ ആ തീയിൽ ചവിട്ടി വീഴുമ്പോൾ അത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ നേരിട്ട് കാണണം. അതിനു വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഇതിനു വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നതെന്ന് എൻ്റെ മുത്തശ്ശിക്കും അമ്മാവനും പോലും അറിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവർ പറഞ്ഞ പരിഹാര പൂജ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നതാണെന്നാണ് അവർ കരുതുന്നത്. പൂക്കുഴി ഉണ്ടാക്കുന്ന സമയത്ത് 6 അടിക്ക് താഴേക്ക് കുഴിയെടുക്കണം. ചന്ദ്രിക തീയുടെ മേൽ കാല് വെച്ച് കഴിഞ്ഞാൽ അവൾ ആ പൂക്കുഴിക്കുള്ളിലേക്ക് അപ്പം തന്നെ വീഴണം. അതെനിക്കെൻ്റെ കണ്ണുകൊണ്ട് കാണണം. മേഘയുടെ ഉള്ളിൽ അത്രത്തോളം വെറുപ്പുണ്ടായിരുന്നു ചന്ദ്രികയോട്. അവൾ അവരോട് അത് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.